പേടിഎം മണി ആപ്പ് ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സോവറിൻ ഗോൾഡ് വാങ്ങാനും ETF നിക്ഷേപം നടത്താനും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അതിന് പേടിഎം മണി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതിനുശേഷം KYC കംപ്ലീറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പേടിഎം ഡിമാറ്റ് അക്കൗണ്ട് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ബാങ്കിംഗ് ആപ്പ് സംബന്ധിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ചും കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. പേടിഎം മണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവും. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന UPI പേടിഎം ആപ്ലിക്കേഷൻ അല്ല ഇത് പേടിഎം മണി എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അതായത് ആപ്ലിക്കേഷൻ സംബന്ധിച്ചോ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ സംസാരിക്കാനും കമൻറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ വരും. അപ്പോൾ നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇത്തരത്തിലായിരിക്കും ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്നുള്ള ചെറിയൊരു പരസ്യമാണ്. അപ്പോൾ നമുക്കിവിടെ താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത് പേടിഎം മണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ വിത്ത് പേടിഎം ലോഗിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് UPI പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതേ യൂസർ ID പാസ്വേഡ് വെച്ച് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും. അത് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ലോഗിൻ വിത്ത് യുവർ പേടിഎം അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ നമുക്ക് അവിടെ കണ്ടിന്യൂ വിത്ത് പേടിഎം ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തുടങ്ങാം. ഇനി നിങ്ങൾക്ക് പേടിഎം അക്കൗണ്ട് ഇല്ല എങ്കിൽ സൈൻ ഇൻ എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളവിടെ എൻ്റർ മൊബൈൽ നമ്പർ അടിക്കാൻ വേണ്ടി വരുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലുള്ള മൊബൈൽ നമ്പർ അവിടെ കാണിക്കും. അപ്പോൾ ആ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവും. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ അവിടെ വന്നു. അതിനുശേഷം പേടിഎം പാസ്വേഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അതായത് നമ്മുടെ UPI പേടിഎം ആപ്ലിക്കേഷൻ്റെ പാസ്വേഡാണ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് അറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഫർഗറ്റ് പേടിഎം പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യുക, പഴയ പേടിഎമ്മിൻ്റെ ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് അറിയാമെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പലർക്കും അറിയില്ലായിരിക്കും, പാസ്വേഡൊക്കെ പണ്ട് സെറ്റ് ചെയ്തായിരിക്കും, അത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഇതുപോലൊരു ഓപ്ഷനാണ്. ഇത് രണ്ടും നിങ്ങൾ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതല്ല, പേടിഎം മണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പേടിഎം മണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നീട് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയിൽ അവസാനം ഇത് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങളുടെ പേടിഎമ്മിൻ്റെ, അതായത് UPI പേടിഎം ആപ്ലിക്കേഷൻ്റെ യൂസർ ID പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം മറന്നുപോയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പുതിയത് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ നമ്പരും നിങ്ങൾ പുതിയൊരു പേടിഎമ്മിൻ്റെ ഒരു പുതിയ പാസ്വേഡും നമ്മളവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പേടിഎം ആപ്ലിക്കേഷനിൽ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ വച്ചിരിക്കുന്ന ഇമെയിൽ ID നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ അപ്പ് കൊടുക്കുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പേടിഎം മണി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് നേരത്തെ ഒരു പേടിഎം UPI ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയൊരു ഇമെയിൽ ID വഴി ക്രിയേറ്റ് ചെയ്യുക. ഇത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ സാധാരണ UPI ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, പേടിഎം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലാവും, അതെല്ലാം ക്ലിയർ ആവും. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ സൈൻ അപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു മെസ്സേജ് വരും. അതായത് ഫോണിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരും. അപ്പോൾ നിങ്ങൾ ആ പാസ്വേഡിലുള്ള പിൻ നമ്പർ OTP നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇനിഷ്യൽ അവിടെ ചേർത്താലും മതി. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത്, അത് കഴിഞ്ഞ് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ ആണാണോ പെണ്ണാണോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കൊടുക്കുക.
നിങ്ങൾക്ക് പേടിഎമ്മിൻ്റെ പാസ്വേഡ് മറന്നുപോയി, അതായത് പുതുതായിട്ടാണ് അല്ല ക്രിയേറ്റ് ചെയ്യുന്ന പഴയ UPI പേടിഎം ആപ്ലിക്കേഷൻ്റെ അതേ യൂസർ ID പാസ്വേഡ് ഉപയോഗിക്കണം. പാസ്വേഡ് മറന്നുവെങ്കിൽ ഇതാ ഇവിടെ ഫർഗറ്റ് പേടിഎം പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു നമ്പർ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് പേടിഎമ്മിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് നമ്മൾ കോൾ ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, നമ്മൾ കോൾ കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ജസ്റ്റ് മലയാളത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നമർത്തുക, രണ്ടമർത്തുക എന്ന് പറയും. അപ്പോൾ നമ്മൾ അതുപോലെ മലയാളത്തിൽ സംസാരിക്കാൻ കസ്റ്റമർ കെയർ 3 3 നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം പറയും, അതായത് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ 3 അമർത്തുക എന്ന്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഒരു ലിങ്ക് അയച്ചു തരും. അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഇതുപോലെയാണ് ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വന്നിട്ടുണ്ട്. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ നമുക്ക് എൻ്റർ ന്യൂ പേടിഎം പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൺഫേം പാസ്വേഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം മുകളിലും അതിനുശേഷം കൺഫേം പാസ്വേഡ് എന്നുള്ളിടത്ത് രണ്ടാമതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് സെറ്റാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഴയ നിങ്ങളുടെ പേടിഎം ആപ്ലിക്കേഷനിലെ പാസ്വേഡ് മാറി അതേ പാസ്വേഡ് തന്നെ നിങ്ങൾക്ക് പേടിഎം മണി എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ പാസ്വേഡായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ രണ്ടും ഒന്നായത് കാരണം നിങ്ങൾക്കത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ പേടിഎം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കും പേടിഎം മണി എന്ന ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്കും ഇനി ഒരേ പാസ്വേഡ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഗോ ടു പേടിഎം ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ UPI പേടിഎം ആപ്ലിക്കേഷൻ കാണാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത പേടിഎം മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോഗിൻ വിത്ത് പേടിഎം അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെയുള്ള പേടിഎം ആപ്പിൽ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പരും പിന്നെയുള്ള നിങ്ങളിപ്പോൾ റീസെറ്റ് ചെയ്ത പാസ്വേഡും നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സൈനിങ് വിത്ത് പേടിഎം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു OTP വരും വെരിഫൈ ചെയ്യുന്നതിനാണ്. അപ്പോൾ നിങ്ങൾ ആ OTP എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും പറയുന്നതും ATM ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾ സൈനപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് പ്രൊസീഡ് ചെയ്ത് പോയതാൽ മതി. അതിനുശേഷം ഇവിടെ സെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 4 അക്ക പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേടിഎം മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ കണക്കിന് ഓപ്പൺ ആവും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. സ്റ്റോക്സിനെ പറ്റിയും കുറേ കാര്യങ്ങളൊക്കെ വരും. ഇനിയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അതായത് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും ഓപ്ഷൻ ട്രേഡിങ്ങിനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും സോവറിൻ ഗോൾഡ് ബോണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. IPO നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓപ്പൺ മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കാണിക്കും. അതിനുശേഷം ഇത്തരത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ഹലോ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് KYC പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത്രയേ ഉള്ളൂ. ഇനി കംപ്ലീറ്റ് KYC എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് KYC എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. ഫസ്റ്റ് തന്നെ ഡിജിറ്റൽ KYC ആണ്, വീഡിയോ KYC ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് KYC എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വരും. ഇവിടെ വെരിഫൈ പാൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഡിജിറ്റൽ KYC എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് വരും. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഫസ്റ്റ് ടൈം ഒരിക്കൽ കൂടെ കാണിക്കാം. ഇവിടെ നമ്മുടെ പാൻ കാർഡ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഒരു പച്ച ടിക്ക് വലത് മാർക്ക് വന്നു കഴിഞ്ഞാൽ അത് വെരിഫൈ ആയി. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ കാർഡിലുള്ള ഫുൾ നെയിം അവിടെ വരുന്നതാണ്. അതിനുശേഷം യെസ് ദിസ് ഈസ് മീ, അതായത് ഞാൻ തന്നെയാണെന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുക്കുന്നു. അപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ, അതായത് നമുക്ക് ലോക്കർ എന്ന് പറഞ്ഞൊരു ഡിജിറ്റൽ ലോക്കർ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ആധാറും പാനും ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ പ്രൊസീഡ് ഫോർ KYC എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ ഡിജി ലോക്കർ എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഇതുവരെ ഡിജി ലോക്കർ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ അതും ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് നിങ്ങൾ ഡിജി ലോക്കറൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഡിജി ലോക്കർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുവഴിയാണ് ഇത് നമ്മുടെ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡിജി ലോക്കറിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ഒരു 1 ടൈം പാസ്വേഡ് വരും. അപ്പോൾ നിങ്ങൾ ആ പാസ്വേഡ് എടുത്ത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം
കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഡിജി ലോക്കർ സെഗ്മെൻറ്റിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ ഡിജി ലോക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഡിജി ലോക്കറിന് നമുക്കിവിടെ അലോ എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കുക. അതായത് ഡിജി ലോക്കറിൽ നിന്നും നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് പേടിഎമ്മിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. നമ്മൾ അലോ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും പേടിഎം മണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നമ്മുടെ ഡിജി ലോക്കറിൽ നിന്നും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യും. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ കാർഡോ ആധാറോ ഒക്കെ അവർ അതുവഴി അവർ വെരിഫൈ ചെയ്തോളും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ക്യാൻസൽ ബട്ടണൊന്നും അടിക്കാതെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് പ്ലേസ് വെയിറ്റ് അവിടെ ലോഡിംഗ് ആവും. അതിനുശേഷം KYC പ്രോസസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഡിജി ലോക്കറിൽ നിന്നും നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പേടിഎം മണി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് വന്നു, സക്സസ് ആയി. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മൾ ഡിജി ലോക്കർ വഴി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം മുകളിലാണ് അതെല്ലാം വന്നിട്ടുള്ളത്. താഴെയാണ് നമ്മുടെ പേര് കൊടുക്കുക. അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മുടെ അച്ഛൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്യാം. വളരെ നല്ല കാര്യമാണ്, അതൊക്കെ കൊടുക്കുക. നമ്മൾ മാരീഡ് ആണോ സിംഗിൾ ആണോ, മാരീഡ് ആണോ മാരീഡ് കൊടുക്കുക, സിംഗിൾ ആണോ സിംഗിൾ കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ജോലി എന്താണ് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഗവൺമെൻറ് സെക്ടറാണ് ഗവൺമെൻറ് സെക്ടർ, അതർ ബെനിഫിഷ്യറി, നമ്മൾ ഹൗസ് വൈഫാണ് ഹൗസ് വൈഫ്, നമുക്ക് എന്തെങ്കിലും പ്രൈവറ്റ് ജോബാണ് അതെല്ലാം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരു ജോലിയും ഇല്ലെങ്കിൽ അതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ജോലിയൊക്കെ നമ്മൾ വെറുതെ കൊടുക്കുന്നത്, ഇതിലൊന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഇനി ഒന്ന് സെലക്ട് ചെയ്തെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഇത്രയായതിനു ശേഷം താഴെയുള്ള സേവ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ KYC ഡീറ്റെയിൽസിൻ്റെ 2 ഘട്ടം കഴിഞ്ഞു. മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി പേഴ്സണൽ ഇൻഫർമേഷനും അഡീഷണൽ ഡീറ്റെയിൽസും അത് കഴിഞ്ഞ് ആധാർ ഉപയോഗിച്ച് നമ്മൾ ഒരു സിഗ്നേച്ചറും കൊടുക്കുക. അത്രയും കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. നമ്മൾ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഡിജിറ്റൽ KYC. ഇനി ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്തു, ഡിക്ലറേഷൻ കൊടുത്തു, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി ബാങ്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളാണ്. അതെങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോയും ഷോൾഡറും തലയും ഒക്കെ വരുന്ന രീതിയിൽ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ ക്യാമറ എന്ന് പറഞ്ഞ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സിഗ്നേച്ചറും നമുക്ക് അതിൻ്റെ താഴെ ഓപ്ഷൻ ഉണ്ട്, അത് രണ്ടും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലൊക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്തിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും അപ്ലോഡ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നോ നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും വെള്ള പേപ്പറിൽ നിങ്ങളുടെ ഒപ്പിട്ട് അതിനെ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതാണ് സിഗ്നേച്ചർ എന്ന് പറയുന്നത്. ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ സെൽഫി എടുത്താലും മതി. ഇത് രണ്ടും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ആ ബ്ലൂ ബട്ടണിലൊന്ന് പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ താഴെയുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ഇവിടെ വരുന്ന ഡിക്ലറേഷനാണ്. അതായത് നമ്മളൊരു ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണോ, അപ്പോൾ ആനുവൽ ഇൻകം എന്ന് പറഞ്ഞാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്രയാണോ വരുമാനം അത് കൊടുക്കുക. 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ അത് കൊടുക്കുക. 1 ലക്ഷത്തിന് ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം ടു 5 ലക്ഷമാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്താലും മതിയാവും. അത് കഴിഞ്ഞ് ഇന്ത്യൻ സിറ്റിസൺ ആണോ, ഇന്ത്യയിൽ ജീവിക്കുന്ന ആളാണോ, നിങ്ങൾ ഇന്ത്യയിലുള്ള റെസിഡൻഷ്യൽ ആണോ, അതുപോലെ അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലായി വരുന്നുണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട. നോമിനി ഡീറ്റെയിൽസ് വേണം. നിങ്ങളുടെ വൈഫിൻ്റെ അച്ഛൻ്റെ ആരെയും പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇല്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ നോമിനി ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല, അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നീടായിരുന്നാലും നിങ്ങൾക്കത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് കഴിഞ്ഞിട്ട് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങളുടെ ഇമെയിൽ ID, നമ്മൾ നേരത്തെ കൊടുത്ത അതേ ഇമെയിൽ ID തന്നെ നമ്മൾ അവിടെ വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID പോയി കഴിഞ്ഞാൽ അവിടെ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP നിങ്ങളിവിടെ എടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വരുന്നത് ആഡ് യുവർ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് IFSC എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ഫസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാണോ അതിൻ്റെ IFSC കോഡ്. അപ്പോൾ നിങ്ങളുടെ പാസ്ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് IFSC കോഡ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ബാങ്കിൻ്റെ ബ്രാഞ്ച്, ഇപ്പോൾ SBI ആണെങ്കിൽ SBI ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചി, ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ച് ഒന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് IFSC കോഡ് കിട്ടും. അതിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ അഡ്രസ്സ് അവിടെ കാണിക്കും. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ IFSC കോഡ് കറക്റ്റാണ്. അതിനുശേഷം അക്കൗണ്ട് നമ്പർ ഒന്ന് താഴെയുണ്ട്, അവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യുക.
അതിനുശേഷം റീ എൻ്റർ അക്കൗണ്ട് നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഒരിക്കൽ ടൈപ്പ് ചെയ്ത് തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സേവിങ് ആണോ കറണ്ട് ആണോ എന്ന് ചോദിക്കും. സേവിങ് ആണോ അത് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ശേഷം വെരിഫൈ ചെയ്യണം. ബാങ്ക് അക്കൗണ്ടുമായിട്ട് നമ്മൾ വെരിഫൈ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടക്കണ്ടേ. ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കും പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളത് വെരിഫൈ ചെയ്യുക. ചിലപ്പോൾ വെരിഫിക്കേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രൈ അഗെയിൻ വിത്ത് ബാങ്ക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ കാണിക്കും. കാണിച്ചില്ല എങ്കിൽ ഇതുപോലെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതാ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു മാസത്തെ ആയിരുന്നാലും മതി അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പരും IFSC കോഡും ആ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ക്യാൻസൽഡ് ചെക്ക് ലീഫോ പാസ്ബുക്കിൻ്റെയോ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് അക്കൗണ്ട് ചെക്ക് ചെയ്യുന്നവർക്ക് അത് കറക്റ്റായിട്ട് അവർക്ക് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഓപ്ഷൻ വച്ചിട്ടുള്ളത്. നമ്മൾ അക്കൗണ്ട് നമ്പരൊക്കെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പൈസ ട്രാൻസ്ഫർ ആവായിരുന്നാൽ പിന്നെ അവർക്കെതിരെ നമ്മൾ പരാതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും കൃത്യമായിട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതായത് സൈൻ, അതായത് നമ്മൾ ഇതെല്ലാം ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ സൈൻ NSDLൻ്റെ സൈറ്റിലേക്ക് അവർ കൺവെർട്ട് ചെയ്യും. അവിടെ നമ്മുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ ഫോണിലേക്ക്, അതായത് ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങളവിടെ വെരിഫൈ OTP എന്ന് പറഞ്ഞാൽ എൻ്റർ OTP എന്നുള്ളത് ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ OTP എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അവിടെ വരുന്നതാണ്. അതായത് വളരെ സിമ്പിളാണ്. നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളവിടെ ഒപ്പിട്ട് കൊടുക്കും ഓരോ അപേക്ഷയിലും. അതിന് പകരം നമ്മൾ ഡിജിറ്റലായിട്ട് ചെയ്യുന്നത് കൊണ്ട് ആധാർ ഉപയോഗിച്ചിട്ട് നമ്മൾ സൈൻ ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ വരുന്നൊരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ അതും ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ആധാർ സൈൻ ചെയ്തു. അതിനുശേഷം ഓക്കെ എന്ന് പറഞ്ഞ് താഴെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ സൈനൊക്കെ ചെയ്തു എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ ഇതെല്ലാം അവർ നമുക്ക് PDF ആയിട്ട് അവർ പിന്നീട് കാണിക്കും. ഇത്രയും കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം എല്ലാ കാര്യങ്ങളും ചെയ്തു. ആധാർ സൈൻ മാത്രം അവിടെ പെൻഡിങ് ആയിട്ട് വരും. അതായത് അവർക്ക് NSDLൻ്റെ സൈറ്റിൽ നിന്നും അത് കളക്ട് ചെയ്യുന്ന ഒരു സമയത്താണ് ഇത്ര ആധാർ സൈൻ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മാറുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം ആധാർ സൈനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായി. ഇനി നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ചിലപ്പോൾ 24 മണിക്കൂർ വരെ നിങ്ങൾക്കത് പെൻഡിങ് ആയിരിക്കും. അതായത് നമ്മൾ കൊടുത്ത അപേക്ഷ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത അപേക്ഷ പേടിഎം മണി എന്ന് പറഞ്ഞ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അവർ അതിനെ വെരിഫൈ ചെയ്യുന്ന ഒരു ടൈമാണ്. വെരിഫൈ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇതിനിടയിൽ സെറ്റിങ്സ് ഒക്കെ നോക്കിയിട്ട് ഫിംഗർ പ്രിൻ്റൊക്കെ എനേബിൾ ചെയ്യാം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ, സംഭവമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. 24 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പാകത്തിനാവും. അതായത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ആവും. നമുക്ക് മെയിൽ വരും, മെസ്സേജ് വരും. KYC പെൻഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിക്കുന്നത്. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കതെല്ലാം കംപ്ലീറ്റ് ആയി വരും. അത് കഴിയുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ പറ്റും. പേടിഎം ആപ്ലിക്കേഷൻ, പേടിഎം മണി ആപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.